നമസ്കാരം, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മുൻ MD-യും CEO-യുമായ ശ്രീമതി ചിത്ര രാമകൃഷ്ണ അവരുടെ അജ്ഞാതനായ ഹിമാലയവാസിയായ ആത്മീയ ഗുരുവിൻ്റെ ആജ്ഞയനുസരിച്ച് $4 ട്രില്യൺ അമേരിക്കൻ മാർക്കറ്റ് ക്യാപ്പുള്ള ഇന്ത്യയുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എങ്ങനെയാണ് ഭരിച്ചത് എന്ന കഥയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. അതോടൊപ്പം തന്നെ അൽഗോ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട കോലൊക്കേഷൻ വിവാദവും NSE-യിൽ ഇപ്പോൾ കത്തിപ്പടരുകയാണ്. ഈ വിവരങ്ങളെല്ലാമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നു. അത് കണ്ടതിന് ശേഷം വേണം ഈ വീഡിയോ കാണാനായിട്ട്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. NSE-യുടെ മുൻ ചീഫായിട്ടുള്ള ചിത്ര രാമകൃഷ്ണയുടെയും അവർ അനധികൃതമായിട്ട് NSE-യിൽ വലിയ ശമ്പളത്തിൽ നിയോഗിച്ച ആനന്ദ് സുബ്രഹ്മണ്യത്തിൻ്റെയും വീടുകളിൽ ആദായ നികുതി വകുപ്പ് കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇവരെ കൂടാതെ രവി നാരായൺ എന്ന മുൻ NSE MD അദ്ദേഹത്തിൻ്റെയും പാസ്പോർട്ടുകൾ അല്ലെങ്കിൽ അവർ വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അതിനു വേണ്ട നോട്ടീസുകൾ പുറപ്പെടുവിക്കുകയുണ്ടായി. പക്ഷേ രവി നാരായൺ ഓൾറെഡി ഇപ്പോൾ ലണ്ടനിലാണ് എന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. അദ്ദേഹത്തിൻ്റെ മക്കൾ പഠിക്കുന്നത് അവിടെയാണ്. അത് കൂടാതെ ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇന്ത്യയിലെ ക്ലൈമറ്റ് അദ്ദേഹത്തിന് പിടിക്കുന്നില്ല. അത് കാരണം അദ്ദേഹത്തിൻ്റെ ഡോക്ടേഴ്സ് ആവശ്യപ്പെട്ടിട്ടാണ് അദ്ദേഹം ലണ്ടനിലേക്ക് താമസം അടുത്ത കാലത്ത് മാറിയത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതിനായിട്ട് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വരികയാണെന്നാണ് അവസാനം കിട്ടിയ റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ ചിത്ര രാമകൃഷ്ണയെയും CBI ചോദ്യം ചെയ്യാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ CBI-യോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും താൻ 2016 ഡിസംബറിൽ രാജിവെച്ച ഉടൻ തന്നെ അവരുടെ ഔദ്യോഗിക ലാപ്ടോപ്പ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡിസ്ട്രോയ് ചെയ്തു എന്നാണ്. അതായത് വേസ്റ്റ് എന്നുള്ള നിലയിൽ താൻ പോകുന്ന ഉടൻ തന്നെ തൻ്റെ ഔദ്യോഗിക ലാപ്ടോപ്പ് അവർ നശിപ്പിച്ചു കളഞ്ഞു. അതിനകത്ത് എനിക്ക് പല തെളിവുകളും തരാനുണ്ടായിരുന്നു CBI-ക്ക്. അവരത് നശിപ്പിച്ചതുകൊണ്ട് എനിക്കത് തരാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരൊരു വിവാദപരമായ ഒരു സീഷെൽസ് യാത്ര നടത്തിയിട്ട് വിദേശയാത്ര സീഷെൽസിലേക്ക്, ടാക്സ് പർദീസ എന്നറിയപ്പെടുന്ന സീഷെൽസിലേക്ക് നടത്തിയ ആ വിവാദയാത്ര തൻ്റെ ഔദ്യോഗിക യാത്രയായിരുന്നു എന്നും അവർ CBI-യോട് പറയുകയുണ്ടായി. അപ്പോൾ ഇത് ഇപ്പോൾ അവരെ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ രവി നാരായണയും CBI ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ സെബിയോട് CBI ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഞങ്ങൾ പരിശോധനയ്ക്കായിട്ട് ഈ വിഷയം പരിശോധിക്കുന്നതിന് വേണ്ടി ചെന്നപ്പോൾ ഇവരുടെ ചിത്ര രാമകൃഷ്ണൻ്റെ ഡെസ്ക്ടോപ്പ് മാത്രമാണ് ഞങ്ങൾക്ക് പരിശോധനയ്ക്ക് കിട്ടിയത്. അതോടൊപ്പം തന്നെ ആനന്ദ് സുബ്രഹ്മണ്യത്തിൻ്റെയും ഡെസ്ക്ടോപ്പുകൾ മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതായത് കമ്പ്യൂട്ടർ, അവരുടെ മേശപ്പുറത്തുള്ള കമ്പ്യൂട്ടർ മാത്രമാണ് ഞങ്ങൾക്ക് പരിശോധിക്കാൻ കിട്ടിയത്. അവരുടെ വ്യക്തിപരമായ ലാപ്ടോപ്പുകളെല്ലാം തന്നെ വേസ്റ്റ് എന്നുള്ള നിലയിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നശിപ്പിച്ച് കളഞ്ഞു എന്നാണ് NSE അധികൃതർ തങ്ങളെ അറിയിച്ചത് എന്ന് CBI-ക്ക് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും അത് CBI അത്ര അംഗീകരിച്ചിട്ടില്ല. കാരണം അങ്ങനെ വേസ്റ്റ് എന്നുള്ള നിലയിൽ പ്രധാന തെളിവ് നശിപ്പിക്കപ്പെട്ടെങ്കിൽ എന്തുകൊണ്ട് തെളിവ് നശിപ്പിക്കൽ നിയമം അനുസരിച്ച് ഇവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തില്ല, പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തില്ല എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. എന്തായാലും സെബിയുടെ പേര് വെളിപ്പെടുത്താത്ത ഒരു ഉന്നത ഉദ്യോഗസ്ഥന് നേരെ ഇവർ FIR ഫയൽ ചെയ്തിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. കാരണം ചിത്ര രാമകൃഷ്ണയ്ക്ക് വേണ്ടി ചില സൗജന്യങ്ങൾ, ഒരു ഗൂഢാലോചനയിലൂടെ ചില സൗജന്യങ്ങൾ ചെയ്തു കൊടുത്തു. അവർക്ക് മേൽ നിസ്സാര വകുപ്പുകൾ മാത്രമേ ചുമത്തിയിട്ടുള്ളൂ. ഹിമാലയൻ യോഗിയുമായിട്ട് അവർ നടത്തിയ ഇമെയിൽ സന്ദേശങ്ങളിൽ സെലക്ട് ചെയ്ത ചിലത് മാത്രമാണ് സെബി പരിശോധിച്ചിട്ടുള്ളൂ. മറ്റുള്ള ഇമെയിലുകളെല്ലാം നശിച്ചുപോയി ആ ലാപ്ടോപ്പിൻ്റെ കൂടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള തെളിവ് നശിപ്പിക്കൽ ഒരു പ്രശ്നവും കൂടി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ CBI ഇപ്പോൾ അന്വേഷിച്ച് വരികയാണ്. എന്തായാലും ഈ 3 പേർക്കെതിരെ
അതായത് ചിത്ര രാമകൃഷ്ണ, രവി നാരായൺ, ആനന്ദ് സുബ്രഹ്മണ്യൻ എന്നീ 3 പേർക്കെതിരെ സെബി എടുത്തിട്ടുള്ള നടപടികൾ അത്ര കാര്യമായിട്ടുള്ളതാണെന്നോ ഒരു വലിയ ശിക്ഷാ നടപടിയാണെന്നോ നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം ഇവരെ 3 പേരെയും ഇനി മേലിൽ ഏതെങ്കിലും സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനികളിലോ അല്ലെങ്കിൽ റെഗുലേറ്ററുടെ സെബിയുടെ കീഴിൽ വരുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്നത് വിലക്കിയിട്ടുണ്ട്. അതാണ് അവരെടുത്തിരിക്കുന്ന ഒരു വലിയ ശിക്ഷാ നടപടി എന്ന് പറയുന്നത്. അതുകൂടാതെ ചിത്ര രാമകൃഷ്ണയ്ക്ക് 3 കോടിയുടെ ഒരു ഫൈൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ അവർക്ക് എക്സസ് ലീവ് എൻകാഷ്മെൻ്റ് ആയിട്ട് NSE കൊടുക്കേണ്ടിയിരുന്ന ഒരു 1.54 കോടി രൂപയുണ്ട്. അത് കൊടുക്കരുത് എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്കൊരു ഡെഫേർഡ് ബോണസായിട്ട് NSEയിൽ നിന്ന് ലഭിക്കേണ്ടിയിരുന്ന ഒരു 2.83 കോടി രൂപ അതും ഇപ്പോൾ തൽക്കാലത്തേക്ക് പിടിച്ചു വയ്ക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു ശിക്ഷാ നടപടി എന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും ഇവർ 2016 രാജിവെച്ച് NSEയിൽ നിന്ന് പോകുന്ന സമയത്ത് ഇതെല്ലാം അറിയാമായിരുന്ന ഈ പല അവരുടെ ഒരു ഫ്രോഡ് പരിപാടികൾ പലതും മനസ്സിലാക്കിയിരുന്ന ബോർഡ് അല്ലെങ്കിൽ NSEയുടെ ഭരണസമിതി അവരെ വലിയ യാത്രയയപ്പ് നൽകിയാണ് പറഞ്ഞു വിട്ടത്. അതോടൊപ്പം തന്നെ അവർക്ക് നൽകാനുണ്ടായിരുന്ന ആനുകൂല്യങ്ങളായിട്ട് ഏകദേശം 44 കോടി രൂപയാണ് അവർക്ക് അന്ന് രാജിവെച്ചപ്പോൾ ലഭിച്ചത്. അത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ 1.54 കോടി രൂപയോ അല്ലെങ്കിൽ 2.83 കോടി രൂപയും തടഞ്ഞു വെച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ 3 കോടിയുടെ ഫൈൻ അടിച്ചു എന്നുള്ളത് വലിയ പിഴയായിട്ട് നമുക്ക് തോന്നുന്നില്ല. അത് പക്ഷേ സെബി ഇപ്പോൾ NSEക്കും ഒരു ശിക്ഷ നൽകിയിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ 6 മാസത്തേക്ക്, അടുത്ത 6 മാസത്തേക്ക് പുതിയ പ്രോഡക്റ്റുകളൊന്നും NSEക്ക് ലോഞ്ച് ചെയ്യാൻ പാടില്ല എന്ന ഒരു പിഴയാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് മേൽ ഇപ്പോൾ സെബി ചുമത്തിയിട്ടുള്ളത്. എല്ലാം തന്നെ വലിയ ഒരു ശിക്ഷ എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അപ്പോൾ ഈ വിവാദങ്ങളുടെ നാൾവഴികൾ നമുക്കൊന്ന് പരിശോധിക്കാം. 2015 വിസിൽ ബ്ലോവർ അല്ലെങ്കിൽ നമ്മുടെ മണി ലൈഫ് ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തകർ സെബിക്ക് പരാതി കൊടുക്കുന്നത് ഈ കോലൊക്കേഷൻ വിവാദവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. NSE അതിലെ ജൂലൈ മാസത്തിൽ അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചു. 2016 ഇന്റേണലായിട്ട് സെബി നടത്തിയ അന്വേഷണത്തിൽ അവരുടെ ടെക്നിക്കൽ അഡ്വൈസറി റിപ്പോർട്ടിൽ ഈ ആരോപണങ്ങളിൽ പലതും ശരിയാണെന്ന് അവർ ഉറപ്പുവരുത്തുന്നു. 2016 ചിത്ര രാമകൃഷ്ണ തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാൽ എന്ന് പറഞ്ഞുകൊണ്ട് NSEയുടെ ചീഫ് എന്നുള്ള സ്ഥാനത്തു നിന്ന് രാജിവെക്കുന്നു. അതോടുകൂടി 2017 അതിനെ തുടർന്ന് അജയ് ത്യാഗി സെബിയുടെ ചീഫായിട്ട് ചാർജ് എടുക്കുന്നു. അദ്ദേഹം ഈ സംഭവങ്ങൾ കൂടുതൽ ശക്തമായിട്ട് അന്വേഷിക്കാനായിട്ട് ആരംഭിക്കുന്നു. അങ്ങനെ അവരുടെ അന്വേഷണാത്മകമായ ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ ഇമെയിലുകളെല്ലാം കണ്ടെത്തപ്പെടുന്നു. ഈ യോഗിയുമായിട്ടൊക്കെ നടത്തിയിട്ടുള്ള ഇമെയിലുകൾ പലതും കണ്ടെത്തപ്പെടുന്നു. 2019 സെബി ഷോക്കോസ് നോട്ടീസ് നൽകുന്നു ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക്, അതായത് ചിത്ര, രവി നാരായൺ, അതുപോലെ തന്നെ ആനന്ദ് സുബ്രഹ്മണ്യൻ തുടങ്ങിയവർക്കെല്ലാം എതിരായിട്ട്. 2020 സെബി ഒരു ഫൈനൽ ഓർഡർ കോലൊക്കേഷൻ സ്കാമുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, OPG പോലെയുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സിനും അതുപോലെ ഔദ്യോഗികമായ വീഴ്ച വരുത്തിയ NSEയിലെ ഈ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ എതിരെ ഉള്ള നോട്ടീസ് അവർ ഇഷ്യൂ ചെയ്യുന്നു. 2021 ഫെബ്രുവരിയിൽ ഇപ്പോൾ NSE ചിത്ര രാമകൃഷ്ണക്കെതിരെ മിസ്മാനേജ്മെൻറ്റിനും ഫോൾട്ടി അപ്പോയിൻമെൻറ്റ് ഓഫ് ആനന്ദ് സുബ്രഹ്മണ്യനെ അനധികൃതമായിട്ട് HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോലും അറിവ് കൂടാതെ ഈ ഹിമാലയൻ യോഗിയുടെ നിർദ്ദേശമനുസരിച്ച് അപ്പോയിൻറ്റ് ചെയ്തു ഗ്രൂപ്പ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ട് എന്നുള്ള ചാർജിലെല്ലാം അവർക്ക് ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ അല്പം നിറം കെട്ട് നിൽക്കുന്ന നമ്മളുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ സംബന്ധിച്ച് മറ്റൊരു കഥ കൂടി, ഒരു വിവാദമായ സംഭവം കൂടി ഇപ്പോൾ പൊന്തി വന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, അല്പകാലം മുമ്പാണ് കുറച്ച് സ്റ്റോക്ക് ബ്രോക്കർമാർ അവർക്ക് ലൈവായിട്ടുള്ള പ്രൈസ് ഫീഡ് ലഭിക്കുന്നില്ല എന്നൊരു പരാതിയുമായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ സമീപിച്ചു. അത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ മാത്രമല്ല, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയും ലൈവായിട്ടുള്ള പ്രൈസ് ഫീഡ് ലഭിക്കുന്നില്ല, അതിന് തടസ്സങ്ങൾ ഉണ്ടാകുന്നു എന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അവർ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെയും ഈ വിഷയത്തിൽ സമീപിച്ചു. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉടൻ തന്നെ ആ പ്രശ്നം പരിഹരിച്ചു കൊടുത്തു. എന്നാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ലൈവ് ഫീഡ് കിട്ടുന്ന കാര്യത്തിൽ അപ്പോഴും പരിഹാരം ഉണ്ടായില്ല. അവരത് അവഗണിക്കുകയാണ് ചെയ്തത്. അതേ തുടർന്ന് ഈ ബ്രോക്കർമാർ സെബിയിൽ പരാതിയുമായിട്ട് ചെന്നു. ഈ വിവരമറിഞ്ഞ് സെബി അന്ന് ഭരിച്ചിരുന്നത് നമ്മളുടെ പാലക്കാട്ടുകാരനായ M. ദാമോദരൻ എന്നുള്ള ആളായിരുന്നു. നമുക്കറിയാമല്ലോ, M. ദാമോദരൻ
ദാമോദരൻ സെബിയുടെ ചീഫായിരുന്ന 2005 മുതലാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ഈ സംഭവം നടക്കുന്നത്. ഉടൻ തന്നെ അദ്ദേഹം 2 ഉദ്യോഗസ്ഥരെ വിവരം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഫീസിലേക്ക് അയച്ചു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെബിയുമായിട്ട് അധികം ദൂരമില്ല, രണ്ടും ബോംബെയിൽ തന്നെയുള്ള സ്ഥാപനങ്ങളാണ്. അപ്പോൾ 2 ഉദ്യോഗസ്ഥർ അവിടെ ചെന്ന് ഇതിനെക്കുറിച്ചുള്ള എന്തുകൊണ്ടാണ് ഇത് നൽകാത്തത്, അതിൻ്റെ പ്രശ്നം എന്താണെന്ന് അന്വേഷിക്കാനായിട്ട് അവിടെ ചെന്നെങ്കിലും അവരെ ഒരു മുറിയിലേക്ക് നയിച്ച ഈ NSEയിലെ ഉദ്യോഗസ്ഥർ, ആ സമയത്ത് ചിത്ര രാമകൃഷ്ണയൊക്കെ ഉണ്ട്, അവരന്ന് MD അല്ല, രവി നാരായണാണെന്ന് MD ആയിട്ടുള്ളത്. ഇദ്ദേഹത്തെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി ഇവരെ 2 പേരെയും കൊണ്ടുപോവുകയും എന്നാൽ ആ റൂം അവർ പൂട്ടിയിടുകയും ചെയ്തു. അങ്ങനെ സെബിയിലെ ഉദ്യോഗസ്ഥന്മാർ മുറിക്കുള്ളിൽ പൂട്ടിയിടപ്പെട്ടവരായി. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് അവർ വിവരം അറിയുന്നത്. അവർ ചിത്ര രാമകൃഷ്ണയെ പലവട്ടം ഫോണിൽ ബന്ധപ്പെടാനായിട്ട് ശ്രമിച്ചു. അവരാണ് ഇതിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥ. പക്ഷേ പലവട്ടം വിളിച്ചിട്ടും അവർ ഫോൺ എടുത്തില്ല. ഇതേ തുടർന്ന് ഈ സെബി ഉദ്യോഗസ്ഥന്മാർ തങ്ങളുടെ ഓഫീസുമായിട്ട് തന്നെ ബന്ധപ്പെട്ടു. ഉടൻ തന്നെ M ദാമോദരൻ എന്ന ചീഫ്, മാനസ റേ എന്നുള്ളൊരു IRS ഓഫീസർ, ആദായ നികുതി വകുപ്പിൽ നിന്ന് സെബിയിൽ ഡെപ്യൂട്ടേഷനിൽ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം വളരെ സമർത്ഥനാണ്. മാനസ റേയെ ഉടൻ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് വിവരം അന്വേഷിക്കാനായിട്ട് പറഞ്ഞു വിട്ടു. അദ്ദേഹം അവിടെ ചെന്നപ്പോഴാണ് ഈ വിവരങ്ങൾ അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ മൂലം ഈ 2 ഓഫീസർമാരെയും വാതിൽ തുറന്ന് പുറത്തേക്ക് വിടുകയുണ്ടായി. എന്നാൽ അവർ പറഞ്ഞത്, അന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പറഞ്ഞത്, ഞങ്ങൾ പൂട്ടിയിട്ടതല്ല, അത് വാതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കായതാണ്. അവർ വിളിച്ചപ്പോൾ കേൾക്കാതിരിക്കാൻ കാരണം ഞങ്ങൾ അവരുടെ ക്വറീസ്, അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഉള്ള ഫയലുകൾ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു എന്നാണ്. എന്തായാലും തൊട്ടടുത്ത ദിവസം തന്നെ സെബി ചീഫായിരുന്ന M ദാമോദരൻ ചിത്ര രാമകൃഷ്ണയെയും രവി നാരായണയെയും തൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഇക്കാര്യത്തിൽ ശാസിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് അത് വലിയ വിവാദമാവുകയോ വലിയ പത്രവാർത്തയാവുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു പശ്ചാത്തലത്തിൽ അതെല്ലാം സെബി വളരെ സീരിയസ് ആയിട്ട് കണക്കാക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ശക്തമായ ഒരു ഭരണസമിതിയുണ്ട്. ധനകാര്യ സ്ഥാപനങ്ങളുടെയും സർക്കാരിൻ്റെയും പ്രതിനിധികളടങ്ങിയ ഈ ഭരണസമിതി ചിത്ര രാമകൃഷ്ണ എന്ന മാനേജിംഗ് ഡയറക്ടറും CEO-യുമായിട്ടുള്ള ആ ഒരു ലേഡി ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് നടത്തിയതായിട്ട് ബോധ്യപ്പെട്ടിട്ടും അവർക്കെതിരെ ശക്തമായ നടപടികൾ എടുത്തില്ല, അവർക്ക് നേരെ കണ്ണടക്കുകയാണ് ചെയ്തത് എന്നുള്ള കാര്യമാണ് ഇതിൽ നിക്ഷേപകർ എന്നുള്ള നിലയിൽ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം. പിന്നെ സെബി ഇവർക്കെതിരെ ശക്തമായൊരു നടപടി ഇതുവരെ എടുത്തു കാണുന്നില്ല. IPC സെക്ഷൻ 201 ഡിസ്ട്രക്ഷൻ ഓഫ് എവിഡൻസ്, അതായത് തെളിവ് നശിപ്പിക്കൽ എന്നുള്ള ഒരു കാര്യത്തിൽ അവർക്കെതിരെ ഉടൻ തന്നെ പോലീസ് നടപടി ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ അതിനുള്ള നടപടികൾ CBIയും സെബിയും എല്ലാം സ്വീകരിച്ചതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ EDയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഇക്കാര്യത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൽ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 447, അതായത് ഫ്രോഡ് എന്നുള്ള വകുപ്പ് അതിൽ വരും. പിന്നെ SCRA ആക്ട്, സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആൻഡ് റെഗുലേഷൻ ആക്ട് സെക്ഷൻ 23M, അതുപോലെ സെബി ആക്ട് സെക്ഷൻ 24, ഇതെല്ലാം ത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ ശക്തമായൊരു നടപടി എടുക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇത്തരത്തിലുള്ള അന്വേഷണ സംഘങ്ങൾ എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിച്ചേ മതിയാവൂ. മാത്രമല്ല, നമ്മളെ സംബന്ധിച്ച് ഇതുവരെ റീറ്റെയിലേഴ്സിന് ഈ കാര്യത്തിൽ വലിയ ഒരു പരിക്കൊന്നും പറ്റിയിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുൾപ്പെടാത്ത ഒരു വിവാദമാണ് നടന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ആശങ്കകൾ ഉണർത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വിവാദം ഇനിയും ഫ്യൂച്ചറിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു ചിന്തയൊക്കെ സാധാരണ നിലയിൽ നമ്മളുടെ എല്ലാം മനസ്സിൽ ഉയർന്നു വന്നേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ നിക്ഷേപകരുടെ മനസ്സിൽ നിന്ന് ആശങ്കകൾ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് സന്തോഷകരമായ ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കേണ്ട ചുമതലയാണ് സെബിക്കും ഇതുപോലെയുള്ള എക്സ്ചേഞ്ചുകൾക്കും ചെയ്യാവുന്ന ഒരു കാര്യം. അവരത് തീർച്ചയായിട്ടും നിറവേറ്റും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.